ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഷിജീസ് ഡയറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓമയ്ക്ക തോരനാണ്, അല്ലെങ്കിൽ പപ്പായ തോരൻ. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള ഓമയിൽ നിന്ന് തന്നെ കുത്തിയെടുത്ത ഓമയ്ക്കയാണ് തോരൻ വെക്കുന്നത്. ഓമയ്ക്കായ്ക്ക് വളരെയേറെ ഗുണങ്ങളുള്ളത് കൊണ്ട് ഓരോ ഓമ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. എനിക്കിതുപോലെ ക്വാർട്ടേഴ്സൊക്കെ കിട്ടുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് കറിവേപ്പിലയുണ്ടോ അല്ലെങ്കിൽ ഓമ, വാഴ ഈ സാധനം ഉണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. മിക്ക സ്ഥലങ്ങളിലും ഇവയുള്ള ക്വാർട്ടേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. കുത്തിയെടുത്തുകൊണ്ട് വന്ന ഓമയ്ക്കയുടെ പുറഭാഗം ഒന്ന് കൊത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ കറ പോകാനായിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം തൊലി കളഞ്ഞ് നമുക്ക് അതിനെ രണ്ടായിട്ട് മുറിച്ചെടുക്കാം. അതിനുൾഭാഗത്തെ അരികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്തതിന് ശേഷം അതിനകത്തുള്ള ഉൾഭാഗത്തുള്ള വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്ത് അതിനെ വൃത്തിയാക്കി എടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് ഓരോ കഷ്ണങ്ങളെടുത്ത് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിയാം, അല്ലെങ്കിൽ ഒരു ചോപ്പർ ഉപയോഗിച്ച് ചോപ്പ് ചെയ്തും എടുക്കാം. എല്ലാവർക്കും ജോലിയും വളരെ തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് സാധാരണ ചോപ്പർ ഉപയോഗിച്ചാണിപ്പോൾ എല്ലാവരും അരിഞ്ഞെടുക്കുന്നത്. ഞാൻ സാധാരണയായി എല്ലാം ഇതുപോലെ കൊത്തി അരിഞ്ഞാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കൈകൊണ്ട് പണ്ടത്തെ അമ്മമാരൊക്കെ കൊത്തി അരിഞ്ഞുണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അങ്ങനെ എടുത്തു വെച്ച ഓമയ്ക്കയെല്ലാം കൊത്തി അരിഞ്ഞ് ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലെ കൊത്തി അരിഞ്ഞുണ്ടാക്കണമെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും. സമയം ലാഭിക്കാനാണല്ലോ നമ്മൾ ചോപ്പറൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഇരിക്കും. അരിഞ്ഞു വെച്ച ഓമയ്ക്ക നമുക്ക് തോരൻ വെക്കാനായിട്ട് ചീനിച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഏവർക്കും അറിയാമല്ലോ, പോഷകങ്ങളാൽ സമ്പുഷ്ടമായതും വിറ്റാമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്ക ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പപ്പായ ഉണ്ടാക്കിയാൽ ദഹനപ്രക്രിയ നടക്കാൻ അത് ഒത്തിരി നല്ലതാണ്. കാരണം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ പച്ചപ്പപ്പായ. തോരന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങാ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 വെളുത്തുള്ളി അല്ലിയും ഒരു 3 പച്ചമുളകും അതുപോലെ 5-6 കൊച്ചുള്ളിയും പിന്നീട് 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഈ ഓമയ്ക്കായുടെ നടുവിലോട്ട് ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. പപ്പായ നമ്മുടെ ആഹാരക്രമത്തിൽ ഉപയോഗിക്കുന്നത് മൂലം ക്യാൻസർ, സ്ട്രോക്ക്, കരൾ രോഗം ഈ രോഗങ്ങളെയൊക്കെ തടയാനായിട്ട് പപ്പായ വളരെ ഗുണകരമാണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പപ്പായ നമ്മുടെ ആഹാരക്രമത്തിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓമയ്ക്ക തോരൻ റെഡിയായി. ഇതിന് ഒരു സ്വല്പം പോലും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കാരണം ചോദിച്ചാൽ അതിനകത്ത് ജലാംശം ഉള്ളത് കൊണ്ട് നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരുന്നില്ല. അങ്ങനെ നമ്മുടെ ഓമയ്ക്ക തോരൻ റെഡിയായി. നിങ്ങൾ തീർച്ചയായും ആഴ്ചയിൽ ഒരിക്കൽ ഓമയ്ക്ക കൊണ്ടുള്ള കൂട്ടാനുകൾ ഭക്ഷണക്രമങ്ങളിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഓമയ്ക്ക കൊണ്ട് തോരൻ മാത്രമല്ല, കറി, മെഴുക്കുവരട്ടി ഇങ്ങനെ വിവിധയിനം കറികളും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഞാനിടുന്ന റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ ലൈക്ക് കൂടി ചെയ്യണം. ഇനിയും നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓൺ ചെയ്ത് വെച്ചാലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴിയായിട്ട് ലഭിക്കത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് വഴിയായി അറിയിക്കുക കൂടി വേണം. ഇനിയും നമ്മൾക്ക് ഷിജീസ് ഡയറിയിലൂടെ വേറൊരു വീഡിയോ വരുന്നിടം വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.